അടുത്തത് ഉപമാന പ്രമാണമാണ്. ഉപമിതി കരണം ഉപമാനം എന്നതിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നു. ഉപമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിൻ്റെ കരണമാണ് ഉപമാനം. അപ്പോൾ എന്താണ് ഉപമിതി? അത് പറയുകയാണ് സംജ്ഞാസംജ്ഞ സംബന്ധജ്ഞാനം ഉപമിതി. ഒരു സംജ്ഞ, പേര്, അതിൻ്റെ സംജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ വാക്ക് അതിൻ്റെ അർത്ഥം എന്ന് വയ്ക്കുക. ഇത് രണ്ടും തമ്മിലുള്ള സംബന്ധത്തെ അറിയലാണ് ഉപമിതി. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം അറിയില്ലെന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. അതിന് ഒരു പ്രത്യേക തരത്തിൽ അറിയുമ്പോൾ മാത്രമേ അതിന് ഉപമിതി എന്നുള്ള പേരുള്ളൂ. എന്തായാലും അതാണ് ഉപമിതി എന്ന് പറഞ്ഞാൽ സംജ്ഞാസംജ്ഞ സംബന്ധജ്ഞാനം ഉപമിതി. തത് കരണം സാദൃശ്യജ്ഞാനം. ഈ ഉപമിതിയുടെ കരണം ഉപമാനം എന്ന് പറഞ്ഞു. ഉപമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യജ്ഞാനമാണ്. അതിദേശവാക്യാർത്ഥ സ്മരണം വ്യാപാര. കരണത്തിനും ഫലത്തിനും ഇടയ്ക്കുള്ള വ്യാപാരം അതിദേശവാക്യാർത്ഥ സ്മരണമാണ്. ഇപ്പം എന്താണ് ഈ പറയുന്നത് എന്നാണെങ്കിൽ വിവരിക്കുകയാണ്. തഥാഹി കശ്ചിത് ഗവയപദാർത്ഥം അജാനൻ കുതശ്ചിത് ആരണ്യകപുരുഷാത് ഗോസദൃശോ ഗവയഃ ഇതി ശ്രുത്വ. എന്താ പറയുന്നത്? കശ്ചിത് ഒരാൾ ഗവയപദാർത്ഥം അജാനൻ. ഗവയഃ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയില്ല. ഒരു ജന്തുവാണെന്നറിയാം, പക്ഷേ അത് എന്താണ് എന്നറിയില്ല. ഗവയഃ എന്ന് പറഞ്ഞിട്ട് ഒരു ജന്തു ഉണ്ട്, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് പോവുകയാണ്. കുതശ്ചിത് ആരണ്യക പുരുഷാത്, കാട്ടുവാസിയായിട്ടുള്ള ഒരാളിൽ നിന്ന് ഗോ സദൃശോ ഗവയഃ ഇതി ശ്രുത്വ. ഈ ഗവയം എന്ന് പറയുന്ന മൃഗം പശുവിനെ പോലെയാണ് എന്നിങ്ങനെ ഉപദേശം കേട്ടതിന് ശേഷം വനം ഗതഃ, വനത്തിലേക്ക് പോയി വാക്യാർത്ഥം സ്മരൻ, ഈ ആരണ്യക പുരുഷൻ ഉപദേശിച്ചത് ഗോസദൃശോ ഗവയഃ എന്ന് സ്മരിച്ചുകൊണ്ട് ഗോസദൃശ പിണ്ഡം പശ്യതി. എപ്പോഴാണോ ഗോസദൃശമായിരിക്കുന്ന ഒരു പിണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ആകാരവിശേഷം ജന്തുവിനെ കാണുന്നു, അപ്പോൾ എന്തുണ്ടാവുന്നു? തദനന്തരം അയം ഗവയപദവാച്യ ഇതി ഉപമിതിരുത്പദ്യത്തെ. ഈ ജന്തുവാണ് ഗവയം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം എന്നിങ്ങനെയുള്ള ഒരു നിശ്ചയം ഉണ്ടാവുന്നു. അപ്പോൾ ഈ നിശ്ചയത്തിനാണ് ഉപമിതി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമാണ് സാദൃശ്യജ്ഞാനം. സാദൃശ്യജ്ഞാനം ഉള്ളതിൻ്റെ ഇടയ്ക്കുള്ള വ്യാപാരമാണ് അതിദേശവാക്യാർത്ഥസ്മരണം. അതിദേശവാക്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഉപദേശിച്ച വാക്യം എന്നർത്ഥം. അതിൻ്റെ അർത്ഥം സ്മരിക്കുക. ഗോസദൃശോ ഗവയഃ എന്ന് സ്മരിക്കുകയും വേണം. ഗോസദൃശമായ പിണ്ഡത്തെ ജന്തുവിനെ കാണുകയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപമിതി എന്ന് പറയുന്ന ഈ ജ്ഞാനം ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ അത്രയേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അടുത്തത് നാലാമത്തെ പ്രമാണം ശബ്ദപ്രമാണമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ഓരോരോ പദങ്ങളെന്നല്ല, വാക്യത്തിൽ നിന്ന് വാക്യാർത്ഥബോധം ഉണ്ടാകുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭാഷ പ്രയോഗിക്കുന്നത്. അപ്പോൾ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന വാക്യാർത്ഥബോധവും യഥാർത്ഥജ്ഞാനമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഈ വാക്യം തന്നെയാണ് കാരണം. ആ വാക്യത്തിനെയാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. അതാണ് ലക്ഷണം കാണിക്കുന്നത്. ആപ്തവാക്യം ശബ്ദ. ആപ്തൻ ഉച്ചരിക്കുന്ന വാക്യമാണ് ശബ്ദം, ശബ്ദപ്രമാണം. ആരാണ് ആപ്തൻ എന്ന് പറയുകയാണ്? ആപ്തസ്തു യഥാർത്ഥ വക്ത. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റേതെങ്കിലും പ്രമാണത്തെ കൊണ്ട് നിശ്ചയിച്ച് അതിനുശേഷം പറയുന്ന ആളാണ് ആപ്തൻ. യഥാർത്ഥം വദതി, യഥാർത്ഥ വക്ത ആപ്ത. എന്താണ് വാക്യം? വാക്യം തു പദസമൂഹ, പദങ്ങളുടെ സമൂഹമാണ് വാക്യം. എന്താണ് പദം? ശക്തം പദം. ശക്തം പദം, ശക്തിയോട് കൂടിയതാണ് പദം. അപ്പോൾ എന്താണ് ശക്തി? അസ്മാത് പദാത് അയമർത്ഥോ ബോദ്ധവ്യ ഇത് ഈശ്വരസങ്കേത ശക്തി. ഈ പദത്തിൽ നിന്ന് ഈ അർത്ഥത്തെ ബോധിച്ചു കൊള്ളണം എന്നിങ്ങനെയുള്ള ഈശ്വരൻ്റെ ഇച്ഛയാണ് ശക്തി, പദത്തിലുള്ള ശക്തി. അപ്പോൾ
ഇന്ന പദത്തിന് ഇന്നതാണ് അർത്ഥം എന്നുള്ള ആ ഒരു സംബന്ധം അതിനെ ഗ്രഹിക്കണം. അത് വാസ്തവത്തിൽ ആ സംബന്ധം അത് ഈശ്വരേച്ഛയോ എന്തോ ആവട്ടെ, നമ്മളുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ എന്തേ ഉള്ളൂ, പദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വാക്യാർത്ഥബോധം ഉണ്ടാവും. ഏതെങ്കിലും പദങ്ങളുടെ അർത്ഥം അറിയില്ലെങ്കിൽ വാക്യാർത്ഥബോധം ശരിയായിട്ടുണ്ടാവില്ല. ഇത് നമ്മളുടെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറഞ്ഞു, അങ്ങനെയുള്ള പദങ്ങളുടെ സമൂഹമാണ് വാക്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും മതിയോ? പദങ്ങളുണ്ടായിരിക്കണം കുറേ. പദങ്ങളുടെയൊക്കെ ശക്തി, അതായത് ഏതർത്ഥവുമായിട്ടാണ് ബന്ധം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത്രയും മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ശാബ്ദബോധം ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. വേറെയും ചില കാരണങ്ങൾ വേണം. ആകാംക്ഷ, യോഗ്യത, സന്നിധിശ്ച വാക്യാർത്ഥജ്ഞാന ഹേതു ആണ് അടുത്തായിട്ട് പറയണത്. ആകാംക്ഷ വേണം, യോഗ്യത വേണം, സന്നിധി വേണം. ഈ മൂന്നും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വാക്യാർത്ഥജ്ഞാനം നമുക്കുണ്ടാവുള്ളൂ. ഇനി ക്രമത്തിൽ ഓരോന്നിൻ്റെ ലക്ഷണം പറയാണ്. പദസ്യ പദാന്തര വ്യതിരേക പ്രയുക്ത അന്വയ അനനുഭാവകത്വം ആകാംക്ഷ. ഏതൊരു പദം പദാന്തരമില്ലെങ്കിൽ അന്വയബോധത്തെ ജനിപ്പിക്കുകയേ ഇല്ലയോ, ആ പദത്തിന് ആ മറ്റേ പദത്തോട് തമ്മിലുള്ള ബന്ധമാണ് ആകാംക്ഷ എന്ന് പറഞ്ഞാൽ. പദസ്യ പദാന്തര വ്യതിരേക പ്രയുക്ത അന്വയ അനനുഭാവകത്വം. പദസ്യ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്, പദാന്തര വ്യതിരേക പ്രയുക്ത മറ്റൊരു പദത്തിൻ്റെ ഇല്ലായ്മ കൊണ്ട് വന്നു ചേരുന്ന അന്വയ അനനുഭാവകത്വം. ഈ പദവും ശാബ്ദബോധത്തിന് കാരണമാവില്ല എന്നുള്ള അവസ്ഥ വരിക. മറ്റൊരു പദമില്ലെങ്കിൽ ഈ പദവും നമുക്ക് ശാബ്ദബോധത്തിന് ഉപകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ പദങ്ങൾക്ക് തമ്മിൽ ആകാംക്ഷയുണ്ട് എന്ന് പറയാം. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥ അബാധോ യോഗ്യത. വാക്യം കൊണ്ട് പറയുന്ന അർത്ഥം പരസ്പര അന്വയമോ എന്തോ ആവട്ടെ അത് ബാധിക്കാതിരിക്കുക. അങ്ങനെ ബാധിക്കാതിരിക്കുന്നതിനാണ് യോഗ്യത എന്ന് പറയുക. പദാനാം അവിളംബേന ഉച്ചാരണം സന്നിധി. ഒരു വാക്യത്തിലുള്ള പദങ്ങൾ വിളംബമില്ലാതെ, അധികം കാലതാമസമില്ലാണ്ട് ഉച്ചരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശാബ്ദബോധം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അവിളംബേന ഉച്ചരിക്കുന്നതിനാണ് സന്നിധി എന്ന് പറയുക. അപ്പോൾ ഇത് മൂന്നും ശാബ്ദബോധത്തിന് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആവശ്യമുണ്ടെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ശാബ്ദബോധം ഉണ്ടാവില്ല. അത് കാണിക്കുകയാണ്. ആകാംക്ഷാദിരഹിതം വാക്യം ന പ്രമാണം. ആകാംക്ഷാദികളില്ലാത്ത വാക്യം പ്രമാണമല്ല. യഥാ ഗൗരശ്വ പുരുഷോ ഹസ്തീതി വാക്യം ന പ്രമാണം ആകാംക്ഷാവിരഹാത്. ഗൗഹു അശ്വ പുരുഷ ഹസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ശാബ്ദബോധം ഉണ്ടാവുന്നത്? ഒന്നും ഉണ്ടാവുന്നില്ല. പശു, കുതിര, പുരുഷൻ, മനുഷ്യൻ, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവയൊക്കെ ഉണ്ട് എന്നർത്ഥമാണോ ഇല്ല എന്നർത്ഥമാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ ആകാംക്ഷയില്ല. അതുകൊണ്ട് ഈ വാക്യം പ്രമാണമല്ല. അടുത്തത് അഗ്നിനാ സിഞ്ചതീതി വാക്യം ന പ്രമാണം. എന്താ കാരണം? യോഗ്യതാ വിരഹാത്. അഗ്നി കൊണ്ട് നനയ്ക്കണം എന്നൊരാൾ പറയുകയാണ്. ഈ വാക്യം പ്രമാണമല്ല. എന്താ കാരണം? അഗ്നി കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യക്ഷ സിദ്ധമാണ്. അഗ്നിക്ക് നനയ്ക്കാനുള്ള യോഗ്യത ഇല്ല. അതുകൊണ്ട് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഈ വാക്യം പ്രമാണമല്ല. പ്രഹരേ പ്രഹരേ അസഹോച്ചാരിതാനി ഗാമാനയേത്യാദി പദാനി ന പ്രമാണം സാന്നിധ്യഭാവാത്. പ്രഹരേ പ്രഹരേ അസഹോച്ചാരിതാനി. പ്രഹരേ പ്രഹരേ എന്ന് പറഞ്ഞാൽ പ്രഹര ശബ്ദത്തിന് അവിടെ ഇടവിട്ട് എന്നർത്ഥമാണ്. ഇടവിട്ട് അസഹ ഉച്ചാരിതാനി ഒരുമിച്ചല്ലാതെ ഉച്ചരിച്ച ഗാം, ആനയ ഇത്യാദി പദാനി ന പ്രമാണം. ഗാം എന്ന് പറഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞ് ആനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശാബ്ദബോധം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് സന്നിധി ഇല്ല എന്നുള്ളതാണ് അതിന് കാരണം. സന്നിധിയും വേണം എന്ന് പറയുകയാണ്. അപ്പോൾ വാക്യാർത്ഥജ്ഞാനത്തിൻ്റെ കാരണങ്ങളായിരിക്കുന്ന മൂന്നെണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി വാക്യത്തെ വിഭജിക്കുകയാണ്. വാക്യം ദ്വിവിധം. വാക്യം രണ്ട് തരത്തിലാണ്. വൈദികം, ലൗകികം ചേതി. വൈദിക വാക്യം എന്ന് പറഞ്ഞാൽ വേദവാക്യങ്ങൾ. ലൗകിക വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉച്ചരിക്കുന്ന വാക്യങ്ങൾ. വൈദികം ഈശ്വരോക്തത്വാത് സർവമപി പ്രമാണം. വൈദിക വാക്യങ്ങൾ ഈശ്വരോച്ചരിതമായതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രമാണങ്ങളാണ്.
ലൗകികം തു ആപ്തവാക്യം പ്രമാണം. ലൗകിക വാക്യങ്ങൾ എല്ലാ വാക്യങ്ങളും പ്രമാണങ്ങളല്ല, മറിച്ച് ആപ്തൻ പറയുന്ന വാക്യങ്ങൾ മാത്രമാണ് പ്രമാണമാകുന്നത്. അന്യത് അപ്രമാണം, അങ്ങനെ അല്ലാത്തതൊക്കെ അപ്രമാണങ്ങളാണ്. വാക്യാർത്ഥജ്ഞാനം ശാബ്ദജ്ഞാനം, വാക്യാർത്ഥജ്ഞാനത്തിന് ശാബ്ദജ്ഞാനം എന്നും പേരുണ്ട്. തത് കരണം ശബ്ദ, അപ്പോൾ ശബ്ദത്തിൽ നിന്നുണ്ടായതെന്ന അർത്ഥത്തിലാണ് ശാബ്ദം എന്ന് പറയുന്നത്. ഇപ്രകാരം ചുരുക്കത്തിൽ 4 പ്രമാണങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്തു കഴിഞ്ഞു. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദ. ഈ 4 പ്രമാണങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രമകളെക്കുറിച്ച് നിരൂപണം ചെയ്തു കഴിഞ്ഞു. പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദബോധ ഇതി. അപ്പോൾ അങ്ങനെ 4 തരത്തിലുള്ള യഥാർത്ഥാനുഭവങ്ങൾ, യഥാർത്ഥാനുഭവശ്ചതുർവിധ എന്നിങ്ങനെ പറഞ്ഞ 4 തരത്തിലുള്ള യഥാർത്ഥാനുഭവങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് നിരൂപിക്കാനുള്ളത്? അയഥാർത്ഥാനുഭവത്തെക്കുറിച്ചാണ് നിരൂപിക്കാനുള്ളത്. അനുഭവം 2 തരത്തിലാണ്, യഥാർത്ഥവും അയഥാർത്ഥവും എന്ന് പറഞ്ഞ് അതിൽ യഥാർത്ഥാനുഭവം 4 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതിനെയാണല്ലോ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയാനുള്ളത് അയഥാർത്ഥാനുഭവത്തെക്കുറിച്ചാണ്. അയഥാർത്ഥാനുഭവം ത്രിവിധ. അയഥാർത്ഥാനുഭവം 3 തരത്തിലാണ്. സംശയ, വിപര്യ, തർക്കഭേദാത്. സംശയമെന്നും വിപര്യമെന്നും തർക്കമെന്നും. എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ? അത് കാണിക്കുകയാണ്, ലക്ഷണം പറയുകയാണ്. ഏകസ്മിൻ ധർമ്മിണി വിരുദ്ധ നാനാധർമ്മപ്രകാരക ജ്ഞാനം സംശയ. ഏകസ്മിൻ ധർമ്മിണി, ഒരു ധർമ്മിയിൽ, ധർമ്മി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ എന്നർത്ഥം, ഒരു ആശ്രയത്തിൽ. വിരുദ്ധ നാനാധർമ്മപ്രകാരക ജ്ഞാനം സംശയ. ഒരു വസ്തുവിൽ വിരുദ്ധമായിട്ടുള്ള 2 ധർമ്മങ്ങൾ ഉള്ളതായിട്ട് തോന്നുമ്പോൾ നമുക്ക് സംശയം വരും. യഥാ സ്ഥാണുർവ പുരുഷോവ ഇത്. മുന്നിലൊരു വസ്തു കാണുന്നുണ്ട്, അതിനെയാണ് ധർമ്മി എന്ന് വിളിക്കുന്നത്. ഈ ധർമ്മിയിൽ സ്ഥാണുത്വമാണോ ഉള്ളത് അതോ പുരുഷത്വമാണോ ഉള്ളത് എന്ന് വ്യക്തമല്ല. ചില രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാണുത്വമാണോ ഉള്ളത്, അതായത് സ്ഥാണുവാണ് എന്ന് തോന്നും. മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷത്വമാണ് ഉള്ളത്, അതുകൊണ്ട് ഒരു മനുഷ്യനാണ് എന്നും ചിലപ്പോൾ തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ വിരുദ്ധങ്ങളായ ധർമ്മങ്ങൾ, സ്ഥാണുത്വവും പുരുഷത്വവും, എന്തുകൊണ്ടാണ് അവ വിരുദ്ധങ്ങളാവുന്നത്? ഒന്നിച്ച് ഒരിടത്ത് ഇരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് വിരുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിരുദ്ധങ്ങളായ ധർമ്മങ്ങൾ പ്രകാരമായിട്ട് ഭാസിക്കുക. പ്രകാരം എന്ന് പറഞ്ഞാൽ വിശേഷണം. സ്ഥാണുർവ പുരുഷോവ എന്നിങ്ങനെ സംശയിക്കുമ്പോൾ ഈ ജ്ഞാനത്തിലെ സ്ഥാണുത്വവും പുരുഷത്വവും വിശേഷണമായിട്ട് ഭാസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജ്ഞാനത്തിനെ നമുക്ക് സംശയം എന്ന് വിളിക്കാം. അടുത്തത് വിപര്യേഹ. മിഥ്യാജ്ഞാനം വിപര്യേഹ. വിപര്യോ നാമ മിഥ്യാജ്ഞാനം, തെറ്റായിട്ടുള്ള അറിവ്. അതിനെയാണ് നമ്മൾ മുമ്പ് അയഥാർത്ഥജ്ഞാനം എന്ന് പഠിച്ചത്. യഥാശുക്തൗ ഇതം രജതം ഇതി. ശുക്തിയിൽ ഇതം രജതം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് തെറ്റായിട്ടുള്ള അറിവാണ്. അതിനെയാണ് വിപര്യം എന്ന് പറയുന്നത്. ഇനി തർക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്ക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തർക്കശാസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് നിലയ്ക്കല്ല. ഇവിടെ പറയുന്ന തർക്കം എന്ന് പറഞ്ഞാൽ വ്യാപ്യാരോപേണ വ്യാപകാരോപസ്തർക്ക. ബുദ്ധിപൂർവകം ഒന്നിനെ ആരോപിക്കുക, അതിനാണ് തർക്കം എന്ന് പറയുന്നത്. യഥാ യദി വന്യർ ന സ്യാത് തരിഹി ധൂമോപി ന സ്യാത്. അപ്പോൾ വന്യമുണ്ട് അവിടെ, ധൂമവും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ യദി വന്യർ ന സ്യാത്, വന്യ ഇല്ലായിരുന്നുവെങ്കിൽ ധൂമവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ വന്യമുണ്ട് ധൂമവും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ വന്യ ഇല്ലായിരുന്നുവെങ്കിൽ എന്നിങ്ങനെ ആരോപിക്കുകയാണ്. ധൂമവും ഉണ്ടാകുമായിരുന്നില്ല. വ്യാപ്യാരോപേണ വ്യാപകാരോപ എന്നാണ് ലക്ഷണം പറഞ്ഞത്. ഇവിടെ എന്താണ് വ്യാപ്യം, എന്താണ് വ്യാപകം? വന്യഭാവമാണ് വ്യാപ്യം. ധൂമാഭാവമാണ് വ്യാപകം. കാരണം എന്താണ്? എത്ര വന്യഭാവ തത്ര ധൂമാഭാവ എന്ന് വ്യാപ്തിയുണ്ട്. എവിടെയൊക്കെയാണോ വന്യയില്ലാത്തത് അവിടെയൊക്കെ ധൂമവുമില്ല. യദി വന്യർ ന സ്യാത് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? യദി വന്യഭാവ സ്യാത് എന്നർത്ഥമല്ലേ.
യതി വന്യർ ന സ്യാദ് എന്ന് പറഞ്ഞാൽ യതി വന്യഭാവ സ്യാദ് എന്നർത്ഥമാണ്. അപ്പോൾ വന്യർ ന സ്യാദ് എന്നുള്ളതിനെ കൊണ്ട് വ്യാപ്യത്തെ അവിടെ ആരോപിക്കുകയാണ്. വ്യാപ്യം എന്താണ്? വന്യഭാവം. അപ്പോൾ വന്യുള്ള ഇടത്ത് വന്യഭാവത്തെ ആരോപിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ധൂമാഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. ധൂമവും ഉണ്ടാവുമായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ധൂമോപി ന സ്യാദ്, ധൂമാഭാവ ആരോപ്യത. അതുകൊണ്ട് വന്യഭാവം കൊണ്ട് ധൂമാഭാവത്തെ ആരോപിക്കുന്നു. അതാണ് വ്യാപ്യാരോപേണ വ്യാപകാരോപസ്തർക്ക എന്ന് പറഞ്ഞത്. ഇങ്ങനെ യഥാർത്ഥാനുഭവത്തെയും മൂന്നായിട്ട് നിരൂപിച്ചു കഴിഞ്ഞു. ഇതോടെ അനുഭവത്തിൻ്റെ എല്ലാ വകഭേദങ്ങളും നിരൂപിച്ചു കഴിഞ്ഞു.